എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ മരുന്നായിട്ടുള്ള ബ്രീസുല അല്ലെങ്കിൽ ക്ലാസ്കോട്ടറോൺ എന്ന് പറയുന്ന കഷണ്ടീൻ്റെ മരുന്നിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് PP405 എന്ന് പറഞ്ഞൊരു മരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അതിനുശേഷം നിങ്ങളെല്ലാവരും കേട്ട ഒരു വാക്കായിരിക്കും ക്ലാസ്കോട്ടറോൺ അല്ലെങ്കിൽ ബ്രീസുല. ഈ ക്ലാസ്കോട്ടറോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെങ്ങനെ ആക്ട് ചെയ്യുക വെച്ചാൽ, ആക്ച്വലി പറയുകയാണെങ്കിൽ ക്ലാസ്കോട്ടറോൺ പുതിയ മുടി വളർച്ച അല്ല ഉണ്ടാക്കുന്നത്, ഓൾറെഡി ഉള്ള മുടി അല്ലെങ്കിൽ കഷണ്ടീനെ ഡിലേ ആക്കുകയാണ് ചെയ്യാം. ക്ലാസ്കോട്ടറോൺ ഫേസ് 3 സക്സസ്ഫുള്ളി കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വ്യത്യാസമുണ്ട്. സാധാരണ ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്കോട്ടറോണിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് DHT ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഫിനസ്ട്രൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിനസ്ട്രൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ DHT ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അതുവഴി വേറെ കുറച്ച് സൈഡ് എഫക്ട്സ് ഫിനസ്ട്രൈഡിനുണ്ട്. സെക്ഷൽ ആയിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും ഫിനസ്ട്രൈഡ് കഴിക്കാൻ മടി കാണിക്കുന്നത്. പക്ഷേ അവിടെ ഈ ഒരു ക്ലാസ്കോട്ടറോൺ എവിടെയാണ് അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു സൈഡ് എഫക്റ്റ് ഇതിലുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾക്ക് തലയിൽ ക്രൗൺ ഏരിയയിലും സെൻട്രൽ പോർഷനിലും എല്ലായിടത്തും ഈ റൂട്ടിൽ DHTൻ്റെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് തലയിൽ അവിടെ ഇവിടെയും ഉള്ളതുകൊണ്ടാണ് ആണുങ്ങൾ ഈ ഒരു പ്രായം കഴിയുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഈ DHTൻ്റെ ഒരു ഇത് കാരണം കഷണ്ടി ആയി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ആൻഡ്രജൻ റിസപ്റ്റേഴ്സിൽ DHT പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൂട്ട് മിനിയേച്ചറൈസ് ആയി പോകും, അതായത് തിന്നായി പോകും. അങ്ങനെ ഗ്രാജുവലി തിന്നായിട്ട് അത് കൊഴിഞ്ഞു പോവുക ചെയ്യുക. പക്ഷേ നേരെ മറിച്ച് നമ്മളെ ബാക്കിലുള്ള ഓസിപ്പിറ്റൽ ഭാഗത്തിലുള്ള മുടി, അവിടെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സിൻ്റെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് എടുത്ത് മുടി ഫ്രണ്ടിൽ വെക്കുന്നത്. അതാകുമ്പോൾ മുടി കൊഴിഞ്ഞു പോകില്ല. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഈ ക്ലാസ്കോട്ടറോൺ അല്ലെങ്കിൽ ബ്രീസുല എന്താ ചെയ്യുക വെച്ചാൽ, ടോപ്പിക്കലായിട്ട് എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെയുള്ള ആൻഡ്രജൻ റിസപ്റ്റേഴ്സിനെ പോയി ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സ് അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മൾ DHT അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഷണ്ടി ആവില്ല. അതായത് DHT ബൈൻഡ് ചെയ്താൽ മാത്രമേ മിനിയേച്ചറൈസ് ആയി മുടി കൊഴിഞ്ഞു പോകുള്ളൂ. നേരെ മറിച്ച് DHTനെ ഒന്നും ചെയ്യാതെ ആൻഡ്രജൻ റിസപ്റ്റേഴ്സിന് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ, DHT ഒന്നും ചെയ്യാത്തതുകൊണ്ട് DHTനെ കുറയുമ്പോൾ ഉണ്ടാവുന്ന സെക്ഷൽ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവുന്നുമില്ല. നമുക്ക് മുടി കൊഴിച്ചിൽ മാറും ചെയ്യും. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ബ്രീസുല എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താ പറയുക, കൂടെ സൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡയറക്റ്റ് മിനോക്സിഡിലിനെ പോലെ ഫസ്റ്റ് ലൈനായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, പുതിയ മുടി വളർച്ച കുറവാണ്. നേരെ മറിച്ച് മിനോക്സിഡിലെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ്. അതായത് ഒരാൾക്ക് കഷണ്ടി ഡിലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ബ്രീസുല എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. പക്ഷേ ഓൾറെഡി അയാൾ കഷണ്ടി ആയി കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ഹെയർ വരുത്താൻ ബ്രീസുലയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് കഷണ്ടി ആവുന്നത് വളരെയധികം ഡിലേ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് ബ്രീസുല എന്ന് പറയുന്നത്. അത് ഫേസ് 3 കഴിഞ്ഞതാണ്. അതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2028 ആകുമ്പോൾ മാർക്കറ്റിലെത്തും. പിന്നെ അത് PP405 കുറച്ചും കൂടി